ചോദ്യം: അസ്തമിച്ചു എന്ന് കരുതി നോമ്പ് തുറന്നു. ഫജ്ർ വെളിവായിട്ടില്ലെന്ന് മനസ്സിലാക്കി ഭക്ഷണം കഴിച്ചു. പിന്നീട് പ്രസ്തുത ധാരണ തെറ്റിയെന്ന് കണ്ടാൽ നോമ്പ് നഷ്ടപ്പെടുമോ? മദ്ഹബുകൾക്ക് ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമാണോ? ഉത്തരം: 4 മദ്ഹബ് പ്രകാരവും ആ നോമ്പ് ഖളാ വീട്ടേണ്ടതാണ്. ചോദ്യം: റമളാൻ നോമ്പ് ഖളാ വീട്ടുന്ന വ്യക്തി ഭാര്യയുമായി ബന്ധപ്പെട്ട് ആ നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ അതിനുള്ള പ്രായശ്ചിത്തം എന്താണ്? ഉത്തരം: ഖളാ വീട്ടുന്ന നോമ്പ് സംയോഗം കൊണ്ട് ബാത്തുലായാൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതില്ല. അത് ഖളാ വീട്ടിയാൽ മതി. റമളാനിൽ അദാ ആയിട്ടുള്ള നോമ്പിന് മാത്രമേ പ്രായശ്ചിത്തം ആവശ്യമുള്ളൂ. ചോദ്യം: മനഃപൂർവ്വം ഭക്ഷണം കഴിച്ചോ മറ്റോ ഒരു നോമ്പ് ഖളാ ആക്കിയാൽ പകരം ഒരു നോമ്പ് മതിയാവുകയില്ലെന്ന് കേൾക്കുന്നത് ശരിയാണോ? വിശദീകരിച്ചാലും. ഉത്തരം: ഒരു നോമ്പിന് ഒരു ദിവസം മാത്രം നോമ്പനുഷ്ഠിച്ചാൽ മതിയാകുന്നതാണെന്നാണ് പ്രബലമായ അഭിപ്രായം. 12 ദിവസം നോമ്പെടുക്കണമെന്ന് റബീഅ റളിയല്ലാഹു അൻഹുവും ഓരോ നോമ്പിനും ഒരു മാസം നോമ്പെടുക്കണമെന്ന് മുസയ്യിബ് റളിയല്ലാഹു അൻഹുവും പറയുന്നു. ഇതിൽ കൂടുതൽ വേണമെന്ന് പറയുന്നവരുമുണ്ട്. ചോദ്യം: പകൽ മുഴുവൻ ഉറങ്ങിയാൽ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് നോമ്പ് സ്വഹീഹല്ല എന്ന് പറയപ്പെടുന്നു. എന്നാൽ മറ്റു മദ്ഹബുകൾ എന്താണ് പറയുന്നത്? ഉത്തരം: 4 മദ്ഹബ് പ്രകാരവും നോമ്പ് സ്വഹീഹാകുന്നതാണ്. എന്നാൽ ഷാഫിഈ മദ്ഹബിലെ ഇസ്തഖ്രി റളിയല്ലാഹു അൻഹുവിന് സ്വഹീഹാവില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അത് പ്രബലമല്ലാത്തതുമാണ്. ചോദ്യം: നിയ്യത്ത് ചെയ്തതിനു ശേഷം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ബാത്തിലാകുമോ? ഉത്തരം: ബറക്കത്ത് ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ പ്രശ്നമില്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തോട് ബന്ധിപ്പിക്കലിനെ കരുതിയാലോ ഒന്നും കരുതാതിരുന്നാലോ നിയ്യത്ത് ബാത്തിലാണ്. അവൻ്റെ നിയ്യത്തിൻ്റെ ദൃഢത നഷ്ടപ്പെടുന്നു എന്നതാണ് കാരണം. നിയ്യത്ത് ഉറച്ച തീരുമാനമായിരിക്കണം. ചോദ്യം: കുട്ടികൾക്ക് നോമ്പ് ഫർളില്ലല്ലോ. അപ്പോൾ അവർ റമളാൻ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതിയാകുമോ? ഇല്ലെങ്കിൽ കാരണമെന്താണ്? ഉത്തരം: അവർക്ക് പ്രസ്തുത നോമ്പ് സുന്നത്താണെങ്കിലും ഫർളിൻ്റെ രൂപത്തിലായതിനാൽ നിയ്യത്ത് രാത്രി തന്നെ വയ്ക്കേണ്ടതാണ്. ഫർള് നിസ്കാരത്തിൽ നിൽക്കുന്നതും അവർക്ക് നിർബന്ധമാണല്ലോ. ചോദ്യം: ചിലയിടങ്ങളിൽ നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് മഗ്‌രിബ് നിസ്കാരം നിർവഹിക്കുന്നത്. മറ്റു ചിലയിടങ്ങളിൽ നോമ്പ് തുറന്ന് നിസ്കാരം നിർവഹിച്ച ശേഷം മാത്രമേ പ്രധാന ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇതിൽ ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്? ഉത്തരം: വിശപ്പിൻ്റെ കാഠിന്യം നിമിത്തം നിസ്കാരത്തിൽ ഭക്തി കുറയുമെന്ന് സംശയിച്ചാൽ ഭക്ഷണം കഴിച്ച ശേഷം നിസ്കാരം നിർവഹിക്കലാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണത്തിന് മുന്നിലിരിക്കെ ബാങ്ക് വിളിച്ചാൽ ആവശ്യം പൂർത്തിയാക്കും മുമ്പ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടതില്ല. നോമ്പ് തുറക്കലിനെ ഉളരിക്കുന്ന കാലം എൻ്റെ സമുദായം ഖൈറിലായിരിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ചോദ്യം: ഒരു നോമ്പ് തുറന്ന ഉടനെ അടുത്ത ദിവസത്തെ നോമ്പിന് നിയ്യത്ത് ചെയ്യാമോ? അങ്ങനെ ചെയ്ത ആൾ വിത്റിന് ശേഷം വീണ്ടും ഒരു നിയ്യത്ത് കൂടി ചെയ്താൽ കുഴപ്പമുണ്ടോ? ഉത്തരം: അടുത്ത ദിവസത്തെ നോമ്പിൻ്റെ നിയ്യത്ത് രാത്രിയിൽ ഏത് സമയത്ത് ചെയ്താലും മതി. നിയ്യത്ത് 2 തവണ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. ചോദ്യം: നോമ്പനുഷ്ഠിക്കാൻ ശാരീരിക ശേഷിയില്ലാത്തവർ കൂലി കൊടുത്ത് മറ്റൊരാളെ കൊണ്ട് നോമ്പനുഷ്ഠിപ്പിക്കാമോ? ഉത്തരം: ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മറ്റൊരാളെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കാവുന്നതല്ല. വാർദ്ധക്യത്തിലോ മാറാവ്യാധിയിലോ ആണ് ശേഷിയില്ലാത്തതെങ്കിൽ ഒരു നോമ്പിന് ഒരു മുദ്ദ് ഭക്ഷണ സാധനം എന്ന തോതിൽ ദരിദ്രർക്ക് കൊടുത്താൽ മതിയാവുന്നതാണ്.